ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ട്രാവലർ. ലൂക്ക ഹോളിഡേയ്സ് എന്നാണ് പേര്. ബിഷ്മ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഷാനിത് ഇവിടെ ഉണ്ട്. ഇതാ പിന്നെ ഡിയാസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് ബാഗൊക്കെ ട്രാവലറിലേക്ക് വെച്ചോണ്ടിരിക്കുക കേട്ടോ ഗൈസ്. വണ്ടിയൊക്കെ പോകുന്നുണ്ട്. കാറിലാണ് ലഗേജസ് ഒക്കെ കൊണ്ടുവന്നത്. എപ്പോഴാ നമ്മൾ ഉള്ളിലേക്ക് കയറാണ്. ഈ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഡ്രൈവറിൻ്റെ സീറ്റും. പിന്നെ ഒരു മൈക്കല്ല മറ്റേ ഈ പാട്ടൊക്കെ ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന സ്ഥലം തന്നെ. പിന്നെ അതാ അലീന അത് അവിടെ സൈഡിലുണ്ട്. എല്ലാവരും ഉണ്ട്, സെറ്റാണ്. മിന്നാസ് ഉണ്ട്. നമ്മളെ TV അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ലേസറിന്റെ സാധനം ഉണ്ട്. AC ഇടാനുള്ള സംഭവം ഉണ്ട് ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഇത് ബാക്ക് നിന്നുള്ളൊരു വ്യൂ ആണ്. ഞാൻ ബാക്ക് സീറ്റിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഓക്കെ, നല്ല ഫ്രണ്ടല്ല വിസ്താരത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇന്റീരിയർ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ശാരദാ മന്ദിരത്തിൽ നിന്നാട്ടോ പോകണം. അതായത് അലൈൻ്റെ വീട്ടിൽ നിന്നാണ്. മിന്നാസേ അതാ അലൈൻ, അതാ ഒരു ഹായ് പറയടോ ഗൈസ്. നമ്മളെ 2 ദിവസത്തെ ട്രിപ്പാണ്. 2 ദിവസത്തെ ട്രിപ്പാണ് പറയാം. അവിടെ ഈ വണ്ടീൻ്റെ പേര് നിങ്ങൾ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല. എന്തേലും ഡക്കോ എന്തേലും പൂജ ഇവിടെ എന്തൊക്കെ ഇത്തൊക്കെ ഉണ്ട് കേട്ടോ. നേരെ വയനാട്ടിലേക്ക് ഗൈസ്. നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നത്. അതായത് ആ ടൂർ വേറെ ആണ്, ഈ ടൂർ വേറെ. ഓക്കെ, അപ്പോൾ ഇത് നല്ല അടിപൊളിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കഴിഞ്ഞ വട്ടം കുറച്ച് ഫോൾസൊക്കെ ഉണ്ട്. ഒക്കെ ഇപ്രാവശ്യത്തെ ഇരുത്തും എന്താണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എൻ്റെ പൈസ ഞാൻ കാണിച്ചിട്ടില്ല. സോ എൻ്റെ പൈസ ശാരദാ മന്ദിരത്തിൻ്റെ പറഞ്ഞാൽ ഇവിടെ മോഡലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വെല്ലിമാണ് ആയിഷ അപ്പൂസ് അവിടെ. നമ്മളിപ്പോൾ ഉച്ചക്കാണ് പോണത്. ഇൻഷാ അല്ലാഹ് ചുരം കയറണൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം ഉച്ചക്കാണ്, വെളിച്ചുണ്ട് കണ്ട വെളിച്ചുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കാൻ പറ്റും തോന്നുന്നു. ചുരം കയറുമ്പോൾ ഇനി എടുക്കുക. കാരണം ഇനി കുറച്ചൊന്ന് അങ്ങോട്ടേക്ക് എത്തിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. പിന്നെ ശാരദാ മന്ദിരം മുതൽ എടുത്ത് തുടങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ ഉണ്ട് കല്ലായിന്ന് ഒരാളെ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം അവിടേക്ക് എത്താനും. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടിവാരം ഏകദേശം അടിവാരം എത്താനായിട്ട് തന്നെ പറയുന്നുള്ളൂ. കാരണം ഇനി കുറച്ച് അത്യാവശ്യം പോകാനുണ്ട്. ഏകദേശം എന്താ പറയുക, ഇപ്പം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പാട്ടൊക്കെ വെച്ച് നല്ല കരോക്കെയൊക്കെ വെച്ച് നല്ല പാട്ട് പാടാനുള്ളൊരു ഇതിലാണ്. ഈ ടുടുന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നുണ്ട് അമ്മയെ? ഈ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് കുഴമ്പുറത്ത് ഓർമ്മ വരും. അപ്പം നമ്മുടെ അടിവാരം എത്തി കയറാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കിതാ ഏതായാലും നോക്കാം. ഇനി മുകളിലേക്ക് എത്തുമ്പോൾ ഒരു കോണമഞ്ഞ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഡ്രൈവർ കേട്ടോ. ഞാൻ പറഞ്ഞല്ല, ഡ്രൈവർ പറഞ്ഞാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് കയറി കഴിഞ്ഞ് നമ്മുടെ റിസോർട്ടിലേക്ക് പോകണം. റിസോർട്ടൊക്കെ സസ്പെൻസ് ആണ്.
മലരികളിൽ മണിശലഭം വീണുമലരിയിൽ തരതരംഗം ശലഭം വീണുമായി വ്യൂ പോയിന്റ് ഇറങ്ങണോന്ന് എത്ര നോക്കിമ്മ ആൾക്കാര് മുകളിലേക്കല്ല റോഡ് പോകുമ്പോ അതിന്റെ വ്യൂ ഒക്കെ കിട്ടും. അതാണ്ടില്ലേ ഇവിടൊക്കെ കിട്ടണാണ്ടില്ലേ സൈഡ് വ്യൂ ആക്കി എടുക്കണമെന്നൊന്നുമില്ല. അയ്യാ കണ്ണാടിക്കവിളും എടാ ഒരു ചുരം കയറണതേ ഇതിലേക്ക് മറ്റേ ഇൻസ്റ്റഗ്രാമിലേക്ക് എടുക്കാണ്ട്.
എങ്ങനെയാണ് കഴിയണേ? സർവീസ് ചാർജ് വാങ്ങണില്ലേ? അതെ. ഒരേ ഒരു വീടാണ് തണുപ്പ് വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളെ റിസോർട്ടിൻ്റെ ആ ഒരു വഴിയിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറണില്ല കേട്ടോ. നല്ല ഒരു ഓഫ് റോഡ് പോലെ അതിനുണ്ട്. പിന്നെ അവിടെ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയറണില്ല, വണ്ടി ഓഫായി കളിക്കും. അതാണ് കേട്ടോ നമ്മളെ വണ്ടിയിലെ ഗോഡ്സ് ലാൻഡ് റിസോർട്ട് എന്നാണ് നമ്മളെ റിസോർട്ടിൻ്റെ പേര് വരുന്നത്. ഓക്കെ, നല്ല അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അറിയില്ല, കയറിയാലേ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ കയറാൻ പറ്റണില്ല. നോക്കട്ടെ, നമുക്ക് ഇനി വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കാം. ആദ്യം നമുക്ക് ഇതിലൊന്ന് പോയോ. ഓഫ് റോഡല്ലല്ലോ. സീറ്റ് കയറിയല്ലോ. പൈസ കൊടുക്കട്ടെ. ഗൈസ്, അപ്പോൾ വണ്ടി എന്തായാലും അതിലെ കയറുള്ളൂ. ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ മുതലാളിനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു വേറൊരു വഴിയുണ്ട്, അതിലെ വരാനാണ്. അപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയത് വേറെ ഒന്നല്ല, റിവേഴ്സ് എടുക്കാനും കുറച്ച്. ഗൈസ്, നമ്മൾ ചോറുന്നാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതങ്ങടുത്ത് വേമ്പേ തിന്നോട്ട് ഭാര്യ ഒരു ദിവസം പോയിട്ട് വരുന്നു. ഏത് റിസോർട്ടാണ് ഇതൊക്കെ യൂട്യൂബിൽ എല്ലാം ചളി തന്നെ ഇറങ്ങിയില്ലേ? അതേമാതിരി ഉള്ളോട്ട് കയറണം. അങ്ങോട്ട് പോകണം. നിങ്ങൾ ഇറങ്ങിയും ചെയ്തില്ലേ? ഡോറടിക്കേ. അമ്മിയ ചോറ് കഴിഞ്ഞിട്ടുള്ള ഇനി അങ്ങോട്ട് കയ്യൊക്കെ പോയി ഇവിടെ ഇറങ്ങിയതാ ചോറ്. അന്നെടുത്തില്ല, സോറി. അങ്ങോട്ട് ഒരു ഫോട്ടോ എങ്കിലും എടുക്കുക, ഇൻസ്റ്റയിൽ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോഡ് ഭയങ്കര ഓഫ് റോഡ് ആയതുകൊണ്ട് അതിൽ കയറാൻ കഴിയില്ല. നമ്മൾ ഈ വഴി കൂടെ പോകാനാണ് അവിടെ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ ഒരു ഇതിലാണ് പറഞ്ഞത്. പോയി നോക്കാം, എന്താവുമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആ കാണുന്നതാണ്. ഇനിയിപ്പോൾ അവിടെ എത്തണോ? ലാഭം അടിച്ചോനെ. നമ്മള് കുട്ടികൾക്ക് പലരും അതെന്താണ്?
എവിടെ എപ്പോ എത്താനത് ഇപ്പൊ അങ്ങോട്ട് ജീപ്പിലാട്ടോ പോണ്ടി ഭയങ്കര ഓഫ് റോഡാണ് അത് ഓഫ് റോഡ് എന്റെ ഊര ആരോട് സീറ്റ് കൊറേ ഒക്കെ വരട്ടെ മോളെ പിടിച്ചിരുന്നോ ഗൈസ് അങ്ങനെ കുറെ നേരത്തെ എയർലിഫ്റ്റത്തിന് ശേഷം നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇമ്മറ്റി ഭാവിന്റെ അവസ്ഥ ഫുള്ള് ഓണയർ എന്ത് എനിക്ക് ആ വീഡിയോ പിടിക്കണ്ട പോരെ. ഇതാണോ അതാണോ ഇതാണല്ലേ ഗോഡ്സ് ലാൻഡ്. അങ്ങനെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. അമ്മേ വികല്ലേ അവിടെ തന്നെ ആണോ? ആരായിരുന്നു ഇതന്നല്ലേ? വെറുതെ അടിപൊളി. അളിയ പടച്ചോൻകാര എത്ര ഇതെങ്ങട്ടാണ് അല്ലെ ബായ്. അമ്മ രാത്രി ഇറങ്ങാൻ സമയമുണ്ട്, ഇവരൊക്കെ വരട്ടെ. കണ്ടില്ലേ സ്വിമ്മിംഗ് പൂള് സീനസ്റ്റ് പ്ലേസ് എല്ലാവർക്കും ആയുണ്ടോന്ന് പറഞ്ഞാൽ മതി. മുങ്ങിപ്പോയി സെറ്റായി. ഇതാണ് കേട്ടോ നമ്മളെ എൻട്രൻസ്. അടിപൊളി ഉണ്ടോ വിഷയം. ഒന്ന് മാറൂ ഗൈസ്. എൻ്റെ മോനെ റൂം പോലത്തെ സ്ഥലമുണ്ട് കണ്ടില്ലേ? വൃത്തിയുണ്ട് കേട്ടോ. അത് ഞാൻ കാര്യത്തിൽ നോ കോംപ്രമൈസ്. വൃത്തിയുണ്ട്. ജാതി സീൻ. നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. അപ്പൊ ഇതെന്താ പിന്നെ അടിച്ചോ ഗൈസ്? ഇതെന്താ? ഓ എ സി എന്തിനാ? നമുക്ക് വയനാട്ടിലാണ് വന്നത്. വയനാട് ഈസ് ഓൺ AC ബൈ മാറ. ഇതെന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യമായിട്ടൊന്നുമില്ല. പോട്ട് ഇതും ബാത്റൂം നല്ല വിസ്തരിച്ചിട്ട് കുളിക്കാം. ഇഷ്ടമായ സ്ഥലം ഉണ്ട് കേട്ടോ. നല്ല വലിയ ബാത്റൂമാണ്. ഒരു റൂം പോലെ ഉണ്ട് കണ്ടിട്ട്. നോട്ടെ ഗ്രീൻ വാട്ടർ ആണല്ലോ. ഒരു രസമല്ലേടോ. ഇത് എത്ര ആയുണ്ടെന്ന് പടച്ചോനക്കറിയാം. എടി വീണോണ്ടാ. അവിടെ കണ്ട വിഷയം. നമുക്ക് നാളെ ഗൈസ് നമ്മള് ഡ്രസ് എന്താ അഭിപ്രായം? ഡ്രസ് മാറ്റിട്ട് പൊളിയാട്ടോ.
ആദ്യം നമുക്ക് ഇതിൽ എത്ര ആയിട്ടുണ്ടോന്ന് അറിയില്ല. ഗ്രീൻ വാട്ടറാണ് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ഇതിൽ കാണാത്ര ഗ്രീൻ ഇല്ല, ഒരു നേരെ ഗ്രീനുള്ളൂ. ഇവിടെ ഒരു സ്റ്റെപ്പ് ആണ് കേട്ടോ. ഇവിടെ എത്ര ഉണ്ട് അതിൻ്റെ ഇരട്ടി ഉണ്ടാവും അവിടെ മിക്കവാറും. ഇതെന്താ പറയുക ഗൈസ്, ഇവിടെ ഫിൽറ്റർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഇത് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടോ, പക്ഷേ വൈബ്രേഷൻ അറിയില്ല. എന്നുണ്ടോ വലിയ തണുപ്പില്ല. അവിടെ നോക്കടാ, അങ്ങോട്ട് വന്നാ ബാഡ്മിൻ്റൺ സ്ഥലമോ ഇങ്ങനെ വലൊക്കെ കെട്ടി ബാഡ്മിൻ്റൺ കളിക്കുമ്പോഴുള്ളൊരു വൈബേ ഇജാതി മോനെ. അല്ല വൈബസ്റ്റ് പ്ലേസ് അങ്ങോട്ടാ കണ്ടില്ല. ഐഷ് പൊന്നെ ഇജാതി കഴിച്ച്. നമുക്ക് എന്തായാലും ഇന്നിപ്പോൾ രാത്രി ഇവിടെ ലൈറ്റ് ഇടുവാടാ, ലൈറ്റ് ഇടുക. ആ ലൈറ്റിലൊക്കെ വെള്ളം കയറി കിടക്കുക ഗൈസ്, ഫുള്ള് അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കയ്യെങ്കിലും നമുക്കിത് ബാഡ്മിൻ്റൺ നമ്മൾ കളിക്കാൻ കോക്കൊന്നും ഇല്ല ഗൈസ്. രണ്ട് ബാറ്റ് അവിടെ താഴ്ത്തെടുക്കുന്നുണ്ട്, വേറെ ഒന്നും കാണില്ല. മുകളിലെ കട്ടഞ്ഞ എന്തൊക്കെ സാമഗ്രികളുണ്ടെന്ന് നോക്കാം നമുക്ക്. ഫിൽട്ടർ ചെയ്യാടാ, അമ്മക്ക് ചാടാ. എടാ എനിക്കിതൊരു പേടിയും കിട്ടും, അത് എത്രത്തോളം വെള്ളം ഉണ്ടെന്നൊരു ഡൗട്ട് ഉണ്ട്. നമ്മളെ അഡ്രസ്സിൻ്റെ എത്ര ഉണ്ടാവോ? വലിപ്പല്ല ഞാൻ പറഞ്ഞു, അഡ്രസ്സിൻ്റെ എത്ര താഴ്ച ഉണ്ടോന്ന്. ആദ്യം നമുക്ക് ഇവിടെ ഇറങ്ങാം, ഇവിടെ ഇറങ്ങാന്ന് കണ്ണന്താനം കളിയില്ല. അതെന്താണ് ഇങ്ങോട്ടേക്ക് പോയി മാറ്റിയാലോ? എന്നാ മാറ്റിയാ വല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പില്ല, വയനാടാണ്, നല്ല തണുപ്പുണ്ട്. ആ അതെടാ നോക്കടാ, ഇവിടെ വ്യൂ നോക്കിയാ അല്ല കില്ലാടി വ്യൂ ഉണ്ടോ. ഇത് നമ്മളെ തന്നെയാണല്ലോ. നമുക്ക് ഇവിടെ ഗായ്സ് അപ്പം നമ്മൾ എന്താ പറയുക സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. രാത്രിയാണ് ഈ സ്ഥലം ഫുള്ള് ഞാൻ കാണിച്ചിട്ട് പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ് എടുത്ത ഭംഗി. അപ്പോൾ ഞാനിപ്പോൾ കയറുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളൊരു ബാംബു ഹട്ട് എന്ന് പറയുന്നത് എന്തോ ഒരു പേരാണ്, ബാംബു ഹട്ട്. അതന്നെ ബാംബു ഹട്ട് അങ്ങനെ എന്തോ ആണ് പേര്. ഈ സ്ഥലത്തേക്കാണ് കയറാൻ പോകുന്നത്. ഇവിടെ പാട്ടൊക്കെ ഇട്ടെല്ലാം അടിപൊളിയാണ്. നാളെ നമ്മളെന്തായാലും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോൾ ഒന്നും കൂടി വീഡിയോ എടുക്കും. അപ്പോൾ എന്തായാലും ഒന്നും കൂടി നമ്മൾ ഇറങ്ങും നാളെ. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാരം ഇതൊക്കെ ഇവിടെ മമ്മൂട്ടിയല്ലടാ. ഞാൻ ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു കേട്ടോ. ഇവിടെ അടിപൊളിയാണ്, ചില്ലാണ് ഗൈസ്, ചില്ലാണ് കണ്ടില്ല. ഓ ഗൈസ് തണുക്കുന്നുണ്ട്. എൻ്റെ കോലം കണ്ടെങ്കിൽ ചിരിച്ച് ചെറുക്കന്മാർ അടിപൊളിയാണ്. ഇതുണ്ടോ, ഇതാണ് രാത്രിത്തെ വ്യൂ കാണിച്ചുതരാം. ഗൈസ് പറഞ്ഞറിയാൻ പറ്റാത്ത കേട്ടോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം, നല്ല സുഖമായിട്ട് ഇരിക്കാൻ, നല്ല അടിപൊളിയാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂൾ നമ്മൾ കളിച്ച് കഴിഞ്ഞിട്ടോ. നാളെ രാവിലെ എന്തായാലും ഇൻഷാ അല്ലാഹ് കളിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തു തരാം. കാരണം നമുക്ക് നല്ല ഇരുട്ടായിപ്പോയി. നിന്റെ കോലൊന്ന് കാണിച്ചേ. നല്ല തണുപ്പാണ് സുഹൃത്തുക്കളെ, പറയാനൊന്നും കഴിയില്ല. നല്ല തണുപ്പാണ്, എടുക്കാനൊന്നും വയ്യ. ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് ഗ്രില്ലിൻ്റെ ഗ്രില്ല് ചെയ്യുമെന്നൊന്നും അറിയില്ല, നോക്കണം.
ക്യാരം ബോർഡ് ഉണ്ട്, ക്യാരം ബോർഡ് കളിക്കാം. മീനാസേ ക്യാരം ബോർഡ് കളിക്കാം. കേറട്ടെ, അങ്ങോട്ടേക്ക് പോയോ? ക്യാരം കളിക്കാം. ആ സാഹചര്യം നമ്മൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഗായ്സ് ഇതായിട്ട് നമ്മൾ ക്യാരം ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ സെറ്റ് ചെയ്തല്ല വെച്ചിരിക്കണം, അവിടെ ഇങ്ങനെ മറിച്ചെടുക്കുന്നു. നമ്മൾ ക്യാരം ബോർഡ് കളിക്കാണ്. ഞാനും ആ മ്യൂവസസ് ഈ കോയിൻസ് കുറേ എണ്ണം അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അതാ കണ്ടോ, കുറേ എണ്ണം ഉണ്ട്. എടുക്ക്, എനിക്ക് കളിയൊന്നും അറിയില്ല, ഞാൻ ആദ്യമായിട്ട് കളിക്കാൻ പോണ്. ഇന്നേ വരെ ഞാനിങ്ങനെ ബോർഡിൽ കളിച്ചിട്ടുമില്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഗായ്സ് അപ്പോൾ ഞാൻ ബ്ലാക്ക് ആണല്ലേ, എല്ലാവരും ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് അമ്മ ഏതാണ് ചെയ്യാൻ പറഞ്ഞോ? കൊണ്ട അവസ്ഥ ഞാൻ കളിക്കട്ടാ. എനിക്ക് അറിയൊന്നുമില്ല. ബ്ലാക്ക് അല്ലേ? ആ ഞാൻ ബ്ലാക്ക് ഞാൻ വൈറ്റ് ആണ്, ബ്ലാക്ക് ആണ്. ഞാൻ ഏതാ എനിക്കറിയില്ല. ഞാൻ അന്ന് ഇതിലേക്കല്ല ഇടണ്ടേ കുയിലേക്ക്. ഗൈസ് ഞാൻ ഇനി കളിച്ച കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചില്ല, ഞാൻ അധികം ലേഖ അടുപ്പിക്കില്ല. ഓക്കെ ബൈ. അപ്പൂസേ നിങ്ങൾ ക്യാരം ബോർഡ് കളിക്കാം. ഗൈസ് ഇവരിപ്പോൾ കളിക്കാം കേട്ടോ. അപ്പം ഞാനും അലീനും കളിച്ചതിൽ നമ്മൾ രണ്ടാളും ഏകദേശം സമാസമാണ് അടിച്ചിട്ടുള്ളത്. ഞാൻ അതിൽ കൊടുക്കാത്ത ലെങ്ത്ത് കൂടണ്ട വിചാരിച്ചിട്ട്. One eternity. अगला मजबूरी नु आन जान दी कसूरी नु लहर बने आ तेरी पीछावा मैं पूरी नु रवाज कवच कुल कब मैं मुन्ना गोके मेरे कोल जुदाइया दी के खबर में आ जाए दिल तेरा पूरा बीना होवे आजादी बरैया थी कल बात में होवे आ जाए दिल तेरा पूरा बीना होवे पूरा बीना होवे. A few moments later. സീസോല അറിയാലോ? ഗായ്സ് സീസോ ആടാണ് ഗായ്സ്. അവിടെ എയർലിക്ക് എയറിലെടുത്തല്ലേ? വീണോ വീണോ, ഫോണും കൂടി ഉണ്ട് കൈമലി. എയറിലെടുത്തല്ലേടി ഭ്രാന്തത്തി, എയറിലെടുത്തല്ലേ മിന്നാസേ? വീണോ വീണോ. ഞാൻ പോയി. സ്ലിപ്പ് ചെയ്യണ്ടേ? മെല്ലെ മെല്ലെ ആട്ടിയാ മതി. സ്ലിപ്പ് ചെയ്യുന്നുണ്ടോ? ആ മതി മതി. ഈ ഒറ്റ കാടിക്കോ. ഗായ്സ് കോഴി ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. അതാ ഗ്രില്ല് കോഴി. ചൂട് ആവി വറക്കണം. നല്ല പാട്ട്, നല്ല വൈബ്. ഡീജലേക്ക് അതിനൊക്കെ ഉണ്ട് നല്ല വൈബ്, നല്ല കട്ടൻ ചായ, നല്ല തണുപ്പാണ് ഗായ്സ്. തണുത്ത് വറക്കുന്നുണ്ട് അല്ലെങ്കിൽ അടിക്കല്ലേ. ഇനി ക്യാരം ബോർഡ് കളിക്കാൻ സമാധാനം
1 hour later. ആയി വാ ഗൈസ്, നല്ല ചൂടുണ്ട്. നല്ല ഓണം. അമ്മ ഈ ഇൻസ്റ്റയിലൊക്കെ എടുത്തോ, ഞാൻ യൂട്യൂബിലൊക്കെ എടുത്തോളാം. ഷോർട്സ് ആക്കി കിട്ടും അമ്മ, ഷോർട്സ് ആക്കാൻ എടുക്കുക. അപ്പോൾ നമ്മളെ ഗ്രിൽഡ് ചിക്കനൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറാം. ആ അന്താക്ഷരി പരിപാടി ഇന്ന് ഉറങ്ങില്ലേ, പൈസ മുതലാവേണ്ടത്. പിന്നെ ഗൈസ് ഗ്രിൽഡ് ചിക്കനൊക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഞാൻ കയറി വാ എടുത്തുകള്. ശരി, ആ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് വെക്കാണല്ലേ ഗ്രിൽഡ് ചിക്കനൊക്കെ വെച്ച്. ചപ്പാത്തി നെയ്ച്ചോറ് അപ്പൂന് ചോറാണ് അമ്മച്ചി വിളമ്പി തരാം. അവിടെ അയ്യോ കഴിക്കും. എന്തൊക്കെ ഉള്ളതൊക്കെ തുറന്നു. ചപ്പാത്തി, ഇത് ചിക്കൻ കറി, അത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഇവിടെ വെച്ച് അതിൻ്റെ പേരാണ്. നമ്മളെ പാർട്ട് 1 ഇന്ന് ഫുള്ളാവുന്നുള്ളൂ. പാർട്ട് 2 ഉണ്ട്. ഡേ 2 നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം മിന്നാസ് ഉണ്ട് കേട്ടോ. ഇനി മിന്നാസിനെ കൂട്ടിയില്ലാറുണ്ട്. നല്ല തണുപ്പാട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് വർത്താനം പറഞ്ഞത്. അനങ്ങാൻ പറ്റില്ല, അമ്മാതിരി തണുപ്പാണ്. അലനും ഉണ്ട്, അല്ലെങ്കിൽ കാര്യമായിട്ട് ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവളുണ്ട്, ഞാനുണ്ട്, ഇവനും ഉണ്ട്. അങ്ങനെ നമ്മളെ 3 ആളതും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിന് നല്ല ഒരുപാട് വീഡിയോസുമായി കണ്ടുവിട്ട് എന്ന പ്രതീക്ഷയോട് കൂടെ തന്നെ സ്റ്റിൽ വെയിറ്റ് ആൻഡ് സ്റ്റേ സേഫ്. ഇറ്റ്സ് ഫ്രീ കീ സ്കോർപ്പിയൻ സൈനിങ് ഔട്ട്. ബൈ ബൈ.